ക്യാരക്ടർ ഗംഭീരമാണ്. ഇതെന്റെ ജ്യേഷ്ഠതുല്യനായ ഷെരീഫ് മുഹമ്മദ് എന്റെ ഇച്ചാക്കയാണ്. പുള്ളിയുടെ പ്രൊഡക്ഷനിലുള്ള സിനിമയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് വളരെ വളരെ സന്തോഷം. ഈ സിനിമ എല്ലാവരും വളരെ നല്ല രീതിയിൽ മലയാളത്തിൽ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഇപ്പോഴും അതിന്റെ ഓട്ടത്തിലാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്ഷനാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ. സോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ നമ്മൾ നൽകാൻ എല്ലാവരും അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. സോ എല്ലാവരും ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി വെൽ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഫോർ ദ വയലൻസ് ഇറ്റ്സ് ബീൻ വയലൻസിനുള്ള റീസൺസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. സിനിമ അടിപൊളിയാണ് സംഭവം. കണ്ടോട്ടെ മലയാളത്തിൽ ഇത്ര നല്ലൊരു പ്രൊഫഷണൽ ക്വാളിറ്റി ഉള്ള ഒരു പടം. ആക്ഷനൊക്കെ അടിപൊളിയാണ്. കണ്ടോ, ഞാൻ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ. മാർക്കോ ഒരു പ്രതീക്ഷയോടെ വന്നാണ് കണ്ടത്. അവരെ പ്രതീക്ഷ കൈവിട്ടില്ല. കാരണം നല്ലൊരു മൂവി. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ ഉണ്ടാക്കി. എനിക്കിപ്പോ ജിമ്മിൽ പോകാൻ തോന്നുന്നു. അതുപോലെ ബോഡിയൊക്കെ ഉണ്ടാക്കി നല്ല ഫൈറ്റ് ഡാൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഒരു വർക്കൗട്ടാണ്. ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ചിലവര് പുള്ളിനെ തളർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. തളരില്ല. പുള്ളി കയറി പോയി. മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം ഒരു നല്ലൊരു വേഷമാണ് പുള്ളി ചെയ്തത് അല്ലേ. പിന്നെ വേറെ കാണുന്നത് ജഗദീഷ് ചേട്ടൻ. പണ്ടൊക്കെ നമുക്ക് HSP ഏത് കോളേജിലാണ് ചോദിച്ചു വന്ന ജഗദീഷ് ചേട്ടന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോഡ് ഫാദറൊക്കെ കോമഡി വേഷമാണ്. പക്ഷെ ഈ സിനിമ പുള്ളി വില്ലൻ പക്കയാണ്. വില്ലൻ വേഷം വേറെ ലെവലാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് തിരിച്ചുവരവ് തന്നെയാണ് സിനിമ. എല്ലാവരും സിനിമ വന്ന് കാണുക. മാർക്കോ പടം നല്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിന്റെ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കുറെ നേരത്തെ നമുക്ക് നോക്കിയിരിക്കാനുണ്ടത്. ഞാൻ അവരൊക്കെ കണ്ട് എല്ലാവരോടും സംസാരിച്ചു. പിന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ സിദ്ദീഖ് ആ നടൻ എന്ന് പറഞ്ഞപ്പോ എന്ത് നെഗറ്റീവ് ഉണ്ടായിക്കോട്ടെ, അത് വ്യക്തിപരമായ കാര്യം. പക്ഷെ ആ നടനില് ഒരു നല്ലൊരു ഇതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഭിനയ നേതാവുണ്ടെന്ന് കാണിച്ചു തരിക. എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. നെഗറ്റീവുകളൊക്കെ അവര് പേഴ്സണൽ ആവാറ്. പക്ഷെ കഥാപാത്രം ഇനിയും തിരിച്ചു വന്നിരിക്കും. നല്ല ഗംഭീരമായിട്ട് പടം. മാർക്കോ കണ്ടത്. പിന്നെ വയലൻസ് ആണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ കാണിക്കാണ്ടിരിക്കുക. ഫൈറ്റൊക്കെ ആകുമ്പോൾ അവർ പേടിക്കും. ഞാൻ ഇതിനകത്ത് ഞാനുമായിട്ട് സംസാരിച്ചു. ക്രൂവിന് കുഞ്ഞിനെ എടുക്കുന്ന സീനൊക്കെ ഇല്ലായിരുന്നോ? അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചു. അപ്പൊ അവര് കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അത് ഷൂട്ട് ചെയ്ത കുറെ കൂടെ ഉണ്ടായിരുന്നു. അത്യാവശ്യമുള്ളതൊക്കെ മാത്രം ഇട്ടത് പറഞ്ഞു. ചെറിയൊരു ഇമോഷണൽ ഒക്കെ ആയി. അതുകൊണ്ടാണ് അവരോട് സംസാരിച്ചത്. ഫാമിലി വരാൻ കുഴപ്പമില്ല. ഇപ്പോഴത്തെ എല്ലാ പടം അറിയാലോ, വയലൻസ് ഉള്ള പടങ്ങളല്ലേ. എല്ലാരും വന്ന് കാണുക. പടം പേടിക്കും. ചിലതൊക്കെ നമുക്ക് കാണുമ്പോ തന്നെ ഒരു പേടിയാവില്ല. പക്ഷെ പടം നല്ല അടിപൊളി വിജയിച്ചിട്ടുണ്ട്. പടം തൂക്കി ക്രിസ്മസ് മാർക്കും ഉണ്ടായി. ഫാമിലി വരാണ്ടിരിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വരാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല. ഫാമിലി ഏത് മൂവി വന്നാലും ഫാമിലി ഉണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഫാമിലീസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ണിമുഖന്റെ പടത്തിന് ഫാമിലി വരും. കാരണം മാളികപ്പുറം ജനങ്ങൾ ഏറ്റെടുത്ത പടം അല്ലെ. അപ്പൊ എന്തായാലും ഫാമിലി ഉണ്ടാവും. അടിപൊളി വയലൻസ് ആണോ? ഫുൾ വയലൻസ്. ഫാമിലിക്ക് ഇല്ല. ഫാമിലിക്ക് ഇല്ല, ചെയ്യുന്നില്ല. ഇല്ല, ഫാമിലിക്ക് ഉണ്ടാവില്ല. സത്യം പറയാം. ഞാൻ പറയട്ടെ, ഇതിന്റെ ഡബ് ചെയ്ത ഒരു ടീംസ് ഉണ്ട്. അവര് ഇത് പോസ്റ്റ് ഇട്ടേക്കണ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും ഇത് മലയാളത്തിലൊരു ബെഞ്ച് മാർക്കാണ്. എല്ലാ പോസ്റ്ററിനോടും അതിൻ്റെതായ എല്ലാ സീൻസും ഉണ്ട്. ശബ്ദം പടത്തിനാണ് സൗണ്ടൊക്കെ പോയി. പിന്നെ ഞങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് പീക്കായിരുന്നു. ഉന്നമത്തിന്റെ സ്വാഗാണ് പറയാനുള്ളത്. പണ്ട് പൃഥ്വിരാജിനോട് ആര് ചോദിച്ചായിരുന്നു എന്താണ് മലയാളത്തിൽ ഒരു KGF ഉണ്ടാകണമെങ്കിൽ ആരെ കാസ്റ്റ് ചെയ്യുന്നു. അപ്പൊ പുള്ളി പറഞ്ഞ് ഉണ്ണിമുന്തനെ കാസ്റ്റ് ചെയ്യുന്നു. അന്ന് കുറെ പേര് ചിരിച്ച്. ഇന്ന് ഈ സ്വാഗ് ഉണ്ടാ മനസ്സിലാവും. അമ്മാതിരി സ്വാഗാണ്. എല്ലാ സീൻ ബൈ സീൻ കിഡിലൻ സ്വാഗ്. ഇത്ര പറയാനുള്ളൂ. സൗണ്ട് ഡിസൈൻ ഓരോ അടിക്കും നമുക്ക് ലാസ്റ്റ് ഇട്ട് RDXനൊക്കെ ഇടിക്കുമ്പോ നമുക്ക് ശരിക്കും കിട്ടുമായിരുന്നു. ഇതിൽ അതിന്റെ ആ പീക്കാണ്. ഓരോ ഇടി നമുക്ക് കിട്ടുന്നുണ്ട്. അമ്മാതിരി തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. ഒരു എക്സ്ട്രീം പാനിന്റെ മടം പോലെ മലയാളത്തിനെ കാണിക്കാം. അമ്മാതിരി
വയലൻസ് പടങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണിമൂന്തൻ്റെ ആ ഒരു സ്വാഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അനിമലൊക്കെ ഇഷ്ടം അങ്ങനത്തെ ഒരു പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പല രീതിക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടും. ആ ഒരു ലെവലൊരു വയലൻസും ആക്ഷൻ സീൻസ് ഒക്കെ ആണെങ്കിലും ഫുൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. കാരണം അത്രയും നമ്മൾ പ്രതീക്ഷിക്കില്ല ഇത്രയും വയലൻസ് എന്നുവെച്ചാൽ പറഞ്ഞു കേൾക്കുകയല്ലാണ്ട് നമ്മൾ കാണുമ്പോൾ ഇത്രയും വയലൻസ് നമ്മൾ പ്രതീക്ഷിക്കില്ല. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു ആക്ഷൻ ബാക്കാണ്. കുറച്ച് നാളായിട്ട് ഫാമിലി ആയിട്ടുള്ള ഫിലിംസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ നല്ലൊരു യൂത്തിന് പറ്റിയ ഒരു നല്ല ഹെവി വയലൻസ് ആണ്. ഫാമിലി ഞാൻ എന്താ പറയാ സജസ്റ്റ് ചെയ്യുന്നില്ല. യൂത്ത് പറ്റിയ ആക്ഷൻ മൂവി. കാരണം നമ്മൾ കുറെ ഫിലിംസ് കണ്ടതിൽ ഇപ്പൊ KGF പോലത്തെ കുറെ പടങ്ങൾ കണ്ടതിൽ പോലത്തെ കുറെ സീൻസും ക്യാമറ വർക്കും അങ്ങനെ ആക്ഷൻ ഉണ്ട്. അത്ര ഹെവി ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇവിടെ ചെയ്യുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ മലയാളത്തിൽ. പക്ഷെ നന്നായിട്ട് അത് ഇട്ടിട്ടുണ്ട് ക്യാമറ ആയിട്ടും. പക്ഷെ ഒരിക്കലും നമ്മൾ ഫാമിലി കുട്ടികളായിട്ടൊന്നും കാണണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ ഒരു യൂത്തിന് പറ്റിയ ഒരു ആക്ഷൻ മൂവി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടതിൽ നന്നായിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിന് അത്ര ഇതില്ലെങ്കിലും നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചു വന്നത് ആ ഒരു ലെവലിൽ വയലൻസ് പ്രതീക്ഷിച്ചു വരുന്നവർക്ക് നല്ല പക്ക എന്റർടൈൻമെന്റ് മൂവിയാണ്. അത് കൊള്ളാം, സൂപ്പറാണ്. ഒരു ഫാമിലി ടച്ച് ഒക്കെ കയറ്റിയിട്ടുണ്ടെങ്കിലും ഇമോഷണൽ ടച്ച് കയറ്റിയിട്ടുണ്ടെങ്കിലും അതങ്ങനെ വർക്കൗട്ട് ആയില്ല. ബാക്കി എല്ലാം കൊണ്ടും പടം പെർഫെക്റ്റ് ആണ്. നല്ല ഇംഗ്ലീഷ് പടത്തിന്റെ മേക്കിംഗ് ആണ്. അവസാന റൗണ്ടിൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആ ഫൈറ്റ് ഉണ്ടല്ലോ, ശരിക്കും ഒരു ബോളിവുഡ് സിനിമ നമ്മൾ ആയിൽ കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ഫൈറ്റിംഗ്. മലയാളത്തിൽ ഇന്ന് അവർ അങ്ങനെ ഒരു ഫൈറ്റിംഗ് കണ്ടില്ല. നല്ല കിട്ടില്ല മേക്കിംഗ് ആണ്. പക്ഷെ ഒരു ഫാമിലി ഓഡിയൻസിന് അത്ര ഒരു വർക്കൗട്ട് ആവില്ല. വയലൻസ് പ്രതീക്ഷിച്ചു വരുന്നവർക്ക് ഒട്ടും എന്താ മോശമാക്കിയില്ല. അത് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു പടം. സൂപ്പറാണോ? നമ്മുടെ മലയാളികൾക്ക് ഇത്രയും അഭിമാനിക്കാവുന്ന ലെവലിൽ ഒരു വയലന്റ് ജോണറിൽ ഒരു മൂവി വരുമ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ അതിനൊരു ചെറിയ പാർട്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബട്ട് ഓൾ ഇൻ ഓൾ ഐ വാസ് ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വാവ് മൊമെന്റ്സ് ആയിരുന്നു. അതിന്റെ വയലൻസ് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഫാമിലി സെന്റിമെന്റ്സ്, ആ ടച്ചിങ് മൊമെന്റ്സ് എല്ലാം കൂടി ചേർത്തപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് സത്യം പറഞ്ഞ വെരി മച്ച് വർക്ക് മൂവിയാണ്. ആ സ്വാഗ് ആണ് ബ്രോ ഇതിന്റെ ഒരു ബലം എന്ന് പറയുന്നത്. ആൻഡ് ക്ലൈമാക്സ് മാത്രമല്ല, ത്രൂ ഔട്ട് നമ്മൾ ഇങ്ങനെ വാട്ട് നെക്സ്റ്റ് ലൈക്ക് നമുക്ക് എന്താ പറയാ, ഇറ്റ്സ് എ ട്രീറ്റ് ഫോർ അവർ ഐസ് ടു വാച്ച് എന്ന് തന്നെ പറയാം. ഐ എം സോ ഹാപ്പി ആൻഡ് സോ ഇംപ്രസ്ഡ്. നമ്മുടെ മലയാളത്തില് ഈ ഒരു ലെവലിൽ ഒരു ഫുള്ളി പാക്ഡ് വയലന്റ് മൂവി വന്നതിൽ ഐ എം സോ ഹാപ്പി. ആൻഡ് ഒന്നും പറയാനില്ല, ഗ്രേറ്റ് ജോബ്. And also Sharif, I must thank Hani, everybody, full team ne thank cheyyanam. Itrayum beautiful ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് തന്നത്. ഏതാ? Definitely. എന്നോട് ചോദിക്കുകയാണെങ്കിൽ I can say that he has worked so hard for the movie and അത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പുള്ളിയുടെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാം. Is വേറെ ലെവൽ. It's brilliant.